ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന് വളരെ ആവേശകരമായിട്ടുള്ള 2 വാർത്തകളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. ഒന്നാമത്തെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യുവതാരമായിട്ടുള്ള വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയാണ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗമായ എക്സ്പ്രസ് സ്പോർട്സിൽ ദേവേന്ദ്ര പാണ്ഡെയാണ് ഈ കിടിലൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അയർലാൻഡ് ടൂറിനുള്ള T20 ടീമിൽ ഈ മിടുക്കൻ കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ത്യക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറും. ഈ ഒരു IPL സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ മാസത്തിലാണ് ഈ അയർലൻഡുമായിട്ടുള്ള ഇന്ത്യൻ ടീമിന് പരമ്പരയുള്ളത്. 2 T20 മത്സരങ്ങളാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് പ്രമുഖ താരങ്ങളിൽ പലർക്കും വിശ്രമം നൽകിയേക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അതിന് തൊട്ട് പിന്നാലെ ഇംഗ്ലണ്ട് ടൂറും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സീനിയർ താരങ്ങൾ ആ സമയത്ത് സ്ക്വാഡിലേക്ക് വരും, ഇംഗ്ലണ്ട് ടൂറിൻ്റെ സമയത്ത്. അപ്പോൾ അതിനു മുമ്പുള്ള ഈ അയർലൻഡ് പരമ്പരയിൽ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാനാണ് ഇപ്പോൾ സെലക്ടർമാർ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ബോൾ ടൂർ ഓഫ് ഇംഗ്ലണ്ടിന് തൊട്ട് മുമ്പുള്ള ഈ അവസരം വൈഭവിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു സോഴ്സിനെ ഉദ്ധരിച്ച് പറയുന്നതനുസരിച്ച് മറ്റ് പല താരങ്ങളുടെയും കൂടെ വൈഭവിൻ്റെ പേരും ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കളിയിൽ ഗോൾഡൻ ഡക്ക് ആയിരുന്നെങ്കിലും അതിനു മുമ്പുള്ള മത്സരങ്ങളിലെ പയ്യൻ്റെ തീപ്പൊരി ഫോം കണക്കിലെടുത്താണ് സെലക്ടർമാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിന് മുന്നിട്ടിരിക്കുന്നത്. RCBക്കെതിരെ വെറും 26 പന്തിൽ നിന്ന് 78 റൺസും, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 17 പന്തിൽ നിന്ന് 52 റൺസും, മുംബൈ ഇന്ത്യൻസിനെതിരെ 14 പന്തുകളിൽ നിന്ന് 39 റൺസും വൈഭവ് സൂര്യവംശി നേടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ബുംറ, പിന്നെ ഹെയ്സൽവുഡ്, സൂപ്പർ ബൗളർമാരെ വരെ അടിച്ചൊതുക്കിയ പ്രകടനം അത് ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാവാത്തതാണ്. ഈ മിന്നും ഫോമിൽ നിൽക്കുന്ന താരത്തിന് ഇൻ്റർനാഷണൽ എക്സ്പോഷർ കൂടി നൽകാനാണ് ഇപ്പോൾ BCCI ഇപ്പോൾ ഒരുങ്ങുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ചെറിയ പ്രായത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു പുരുഷ താരം എന്ന് പറയാൻ. അതായത് 1989 പാകിസ്ഥാനിലെ കറാച്ചിയിൽ അദ്ദേഹം അരങ്ങേറുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 16 വയസ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഈ 16 വയസ്സും 205 ദിവസവും ഉണ്ടായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അന്ന്. എന്നാൽ പുരുഷ വനിതാ വിഭാഗത്തിലെ കണക്കുകൾ അനുസരിച്ച് ഷെഫാലി വർമ്മയാണ് ഇന്ത്യക്കായി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 15 വയസ്സും 7 മാസവും 27 ദിവസവും. ഇപ്പോൾ ജൂൺ മാസത്തിലെ ഈ 2020 സീരീസിൽ സൂര്യവംശി കളിക്കുകയാണെങ്കിൽ സച്ചിൻ്റെയും ഈ ഷെഫാലി വർമ്മയുടെയൊക്കെ റെക്കോർഡുകൾ അവൻ ഒറ്റയടിക്ക് തകർക്കും. ഗംഭീരമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ആരാധകർക്ക് മുന്നിലുള്ളത്. ജൂൺ അവസാനത്തോടെയാണ് ഈ അയർലൻഡുമായിട്ടുള്ള 2 മത്സരങ്ങൾ നടക്കുന്നത്, ജൂൺ 26-നും ജൂൺ 28-നും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ IPL കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ സീരീസ് വരുന്നത്. ഈ വലിയ അവസരം ലഭിക്കുമ്പോൾ വൈഭവ് മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള T20 ഏകദിന സീരീസുകളിലും അതേപോലെ തന്നെ സിംബാബ്വെക്കെതിരെ വരുന്ന പരമ്പരയിലും ഈ സൂര്യവംശിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും ഈ യുവതാരം തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കാൽവെപ്പ് നടത്താൻ ഒരുങ്ങുകയാണ്. ഇനി രണ്ടാമത്തെ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരം MS ധോണി കളിക്കുമോ എന്ന കാര്യത്തിൽ നാളെ രാവിലെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. കാലിനേറ്റ പരിക്ക് മൂലം സീസണിലെ ആദ്യ 5 മത്സരങ്ങളും നഷ്ടമായ ധോണി നിലവിൽ പൂർണ്ണ കായികക്ഷമത കൈവരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിനായിട്ട് ധോണി ടീമിനൊപ്പം യാത്ര ചെയ്യുമോ എന്ന കാര്യത്തിലും നാളെ രാവിലെയാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.